ക്നാനായ സമുദായത്തിൽ ഉരുണ്ടുകൂടിയ ദൗർഭാഗ്യകരമായ വലിയ പ്രതിസന്ധികളിൽ ഏറെ ദുഃഖം തോന്നുന്നു. കാരണം ഭാരതത്തിലെയും കേരളത്തിലെയും ക്രൈസ്തവ സമൂഹത്തിനും പൊതുസമൂഹത്തിനും ഈ സമുദായത്തിലെ അംഗങ്ങൾ നൽകിയ വലിയ സംഭാവനകൾ ഏറെയാണ്. ഒരു മേശയ്ക്കപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് പരിഹരിക്കാവുന്ന നിസ്സാര വിഷയങ്ങൾ ഇത്രയേറെ പ്രതിസന്ധികൾ ഉണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ലെന്നാണ് ഇതേക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ചില തൽപര കക്ഷികളുടെ ഇടപെടൽ മൂലം അത് എത്തിച്ചേർന്നിരിക്കുന്നത് സമുദായ മെത്രാപ്പോലിത്തയുടെ സസ്പെൻഷനിലേക്കാണ്. പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയുടെ സസ്പെൻഷനെതിരെ സമുദായത്തിലെ ചില അംഗങ്ങൾ കോടതിയെ സമീപിക്കുകയും അതിനവർക്ക് സ്റ്റേ കിട്ടുകയും ചെയ്തത് തീർച്ചയായും സമുദായ മെത്രാപ്പോലിത്തയെ പിന്തുണയ്ക്കുന്ന വിഭാഗത്തിന് സന്തോഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നിരുന്നാലും ചില സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാവുകയാണ്. പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ രണ്ടു രീതിയിലുള്ള സസ്പെൻഷനാണ് സമുദായ മെത്രാപ്പോലിത്തയ്ക്ക് നൽകിയിരിക്കുന്നത്. ഒന്ന്, ഭരണപരമായ അധികാരങ്ങളിൽ നിന്നുള്ള സസ്പെൻഷൻ. രണ്ട്, പുരോഹിതന് അടുത്ത ശുശ്രൂഷകളിൽ നിന്നുള്ള സസ്പെൻഷൻ. അതായത് ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുക, പെരുന്നാളുകളിൽ പങ്കെടുത്ത സന്ധ്യാപ്രാർത്ഥന അടക്കമുള്ള ശുശ്രൂഷകൾ നിർവഹിക്കുക എന്നിവയാണവ. ഈ പ്രത്യേക വിഷയത്തിൽ രണ്ട് തലങ്ങളുണ്ട്. ഒന്നാമത്തത് ലൗകികം, രണ്ടാമത്തത് ആത്മീയം. ഒരുപക്ഷെ രണ്ടാമത്തെ വിഷയം, അതായത് ഭരണപരമായ അധികാരങ്ങളിൽ നിന്നുള്ള സസ്പെൻഷൻ, സമുദായ ഭരണഘടനാ പിൻബലത്തിൽ രാജ്യത്തെ നിയമങ്ങൾക്കനുസൃതമായി കോടതികൾക്ക് തീരുമാനിക്കാം. എന്നാൽ രണ്ടാമത്തെ വിഷയം തീർത്തും ആത്മീയമാണ്. സംശയങ്ങൾ അതിൽ മാത്രമാണ്. വിശ്വാസപരമായ കാര്യങ്ങളിൽ മുടക്കുവിലക്ക് എന്നിവയിൽ തീരുമാനമെടുക്കേണ്ടത് സഭയുടെ ആത്മീയ തലവനല്ലേ? അതിലെങ്ങനെ കോടതിക്ക് ഇടപെടാൻ കഴിയും? പരിശുദ്ധ സഭയുടെ കാനൂനുകൾക്കും വിശ്വാസ പാരമ്പര്യങ്ങൾക്കും വിരുദ്ധമായ മുടക്കുവിലക്ക് ഇത്തരം കാര്യങ്ങളിൽ വരുമ്പോൾ തീരുമാനങ്ങൾ കോടതിക്ക് എടുക്കാമെന്ന് വന്നാൽ സഭയുടെ വിശ്വാസപരമായ അടിത്തറ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ വരും. കാരണം ദൈവാലയത്തിൽ വിശ്വാസവിരുദ്ധമായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചാൽ, ആ ശുശ്രൂഷ നിർവഹിച്ചാൽ ആ വ്യക്തിയെ സഭയിൽ നിന്നും സമുദായത്തിൽ നിന്നും വിലക്കി സഭയുടെ ആത്മീയ തലവൻ പുറത്താക്കിയാൽ അദ്ദേഹം ഇത്തരത്തിൽ ഒരു കോടതി വിധി സമ്പാദിച്ച് വന്നാൽ എന്താവും സ്ഥിതി? ഇന്ന് കോടതിയിൽ നിന്നും ലഭിച്ച ഓർഡർ മുഖാന്തരം ക്നാനായ സമുദായ മെത്രാപ്പോലിത്ത ഒരു ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയും പെന്തക്കോസ്തേ ശുശ്രൂഷയും നിർവഹിക്കുന്നതായി വീഡിയോ കാണാനിടയായി. തീർത്തും ദൗർഭാഗ്യമെന്ന് വേണം പറയാൻ. കാരണം വിശ്വാസപരമായി കൂടുതൽ അടിത്തറയുള്ള ഒരു സമുദായം തീർത്തും വൈകാരികമായി ഇത്തരം വിഷയങ്ങളെ സമീപിക്കുന്നത് ഖേദകരമാണ്. ശിമയോനെ, നീ പാറയാകുന്നു, നിന്റെ മേൽ എൻ്റെ സഭയെ ഞാൻ പണിയും. പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും താക്കോലുകൾ ഞാൻ നിനക്ക് നൽകുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കുമെന്ന് നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹ കൽപ്പിച്ച പരിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയും അന്തോക്യ സിംഹാസനാധിപതിയും ഭൂമിയിലെ കർത്താവിന്റെ സഭയുടെ തലവനും സുറിയാനി സഭയുടെ ആത്മീയ കാര്യങ്ങളുടെ അവസാന വാക്കുമായ പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ തന്നെ പുരോഹിതനോടടുത്ത ശുശ്രൂഷകളിൽ നിന്നും താൽക്കാലികമായി മാറ്റിയ ഒരു മെത്രാപ്പോലിത്തയ്ക്ക് എങ്ങനെയാണ് വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള അധികാരം ഒരു കോടതിക്ക് നൽകാനാവുന്നത്? അതും പരിശുദ്ധ അന്തോക്യ സിംഹാസനത്തിൽ നിന്നു തന്നെ പട്ടം സ്വീകരിച്ച മെത്രാന് തന്നെ. ഇക്കാര്യത്തിൽ കൂടുതൽ തീരുമാനങ്ങൾ കോടതി തന്നെ പഠിച്ച ശേഷം തീരുമാനത്തിൽ പുനർചിന്തനം നടത്തേണ്ടതാണ്. യാക്കോബായ ഓർത്തഡോക്സ് തർക്കത്തിൽ ആത്മീയമായ ഇത്തരം വിഷയങ്ങളെ സെക്യുലർ മാറ്റർ എന്ന് പറഞ്ഞിട്ടാണ് കോടതി വിധിയിൽ പരാമർശിക്കാതെ മാറ്റിവെച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ചില ചരിത്രങ്ങൾ പരിശോധിച്ചാൽ, ഒരിക്കൽ ഒരു സുറിയാനി സഭാപിതാവിനോട് മുടക്കിന്റെയും വിലക്കിന്റെയും ഒക്കെ സംശയം ചോദിച്ച വിശ്വാസികളോട് ആ പിതാവ് അപ്പമെടുത്ത് മുടക്ക് പ്രാർത്ഥന പ്രാർത്ഥിച്ച ശേഷം വെളുത്ത നിറമായിരുന്ന അപ്പം നീല നിറമായി മാറി. തുടർന്ന് പിതാവ് അതേ അപ്പമെടുത്ത് പ്രാർത്ഥിച്ച് മുടക്ക് നിവർത്തിയപ്പോൾ അപ്പം വെള്ള നിറമായി മാറി. മുടക്കിന്റെയും വിലക്കിന്റെയും യഥാർത്ഥ വില എന്തെന്നറിയാൻ ഇതിലും വലിയ ഉപമ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ആത്മീയ വിഷയങ്ങളിലെ വിലക്കും മുടക്കുമെല്ലാം കേവലം ലൗകിക കോടതി വിധികൾ കൊണ്ട് മാറ്റാനാവില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. വിലക്കപ്പെട്ടവരും മുടക്കപ്പെട്ടവരും നടത്തുന്ന ശുശ്രൂഷകൾക്ക് അതേ മുടക്കവും വിലക്കും തന്നെയായിരിക്കും സ്വർഗീയ സന്നിധിയിലും. കാതുള്ളവർ കേൾക്കട്ടെ, കണ്ണുള്ളവർ കാണട്ടെ.